ഇപ്പോൾ ഞാനീ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ അതിപുരാതനമായ ഒരു ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുൻഭാഗത്താണ്. വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം. ഇത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. പക്ഷേ ഈ ഗോപുരത്തിൽ കൂടി നമുക്ക് വാഹനം അങ്ങോട്ട് കയറി പോകത്തില്ല. മുഴുവൻ പഴയ പൊട്ടിപ്പൊളിഞ്ഞ പടവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതുവഴി അകത്തോട്ട് പോകുന്നത് ഇവിടെ ഒരു സാധനമുണ്ട്, അത് കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഒരു 10-20 മീറ്ററേ അകത്തോട്ട് ഇതുപോലെ വഴിയുള്ളൂ ഈ ഗോപുരത്തിൽ നിന്നും. ഇവിടെ കുറച്ച് വീടുണ്ട്, അപ്പം അവർക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള വഴിയാണ്. പിന്നെ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കൽപ്പടവുകളാണ്. അപ്പം നമ്മൾ വാഹനത്തെ വരുമ്പോഴത്തേക്കും ഇതുവഴി പോകാൻ പറ്റത്തില്ല. വാഹനം ഇനിയും ഒരു 2-3 കിലോമീറ്ററും കൂടെ കറങ്ങിയ മലയുടെ മുകളിൽ ചെല്ലത്തുള്ളൂ. ഇതാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ ആ സാധനം. ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും അത്ര പരിചിതമല്ലാത്ത ഒരു സാധനമാണ്. ചുമട് താങ്ങി അല്ലെങ്കിൽ അത്താണി, ഈ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ വാഹനഗതാഗതം ഉണ്ടാകുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് തലച്ചുമടുകളായി ആയിരുന്നു. അന്ന് ചുമട്ടുകാർക്ക് തലയിൽ നിന്നും നേരെ ഭാരം ഈ കല്ലിലേക്ക് ഇറക്കി വയ്ക്കുവാനും അവർക്ക് വിശ്രമിക്കുവാനും വേണ്ടിയായിരുന്നു ഈ ചുമട് താങ്ങികൾ വഴിയോരങ്ങളിൽ നിർമ്മിച്ചു വച്ചിരുന്നത്. ആ പഴയ ഓർമ്മകളിൽ ഈ ചുമട് താങ്ങി ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു. ഒരു കാലത്ത് ഈ പാതയിൽ കൂടിയായിരുന്നു ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള പാതയിൽ കൽപ്പടവുകളെല്ലാം തകർന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെയും ഇവിടെയുമെല്ലാം മദ്യക്കുപ്പികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ വന്ന ബൈക്ക് താഴെ റോഡിൽ ഇരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾക്ക് മലയുടെ മുകളിൽ ഉള്ള ക്ഷേത്രത്തിന് സമീപം ഒരിക്കലും ഉറവ പറ്റാത്ത ഒരു തീർത്ഥക്കുളമുണ്ട്. ആ കാഴ്ച കാണുവാൻ വേണ്ടി അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു വലിയ വളവിൽ നിന്നും ഒരു വഴി താഴേക്കും ഒന്ന് മേലോട്ടും പോകുന്നു. മേലോട്ടുള്ളത് ക്ഷേത്രത്തിലേക്കും താഴേക്കുള്ളത് തീർത്ഥക്കുളത്തിലേക്കുമാണ്. വളരെ വിജനമായ സ്ഥലവും മനോഹരങ്ങളായ കാഴ്ചകളുമാണ് ഇവിടെ. ഈ ക്ഷേത്രത്തിന് സമീപത്തെവിടെയോ ഒരു ഗുഹ ഉള്ളതായി അറിയുവാൻ സാധിച്ചു. പണ്ട് കപില മഹർഷി തപസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹ. ഈ തീർത്ഥക്കുളം കണ്ട ശേഷം ഈ കപില മഹർഷി തപസ് ചെയ്ത ഗുഹ തേടി ഇനി പോകണം. ആദ്യം നമുക്ക് തീർത്ഥക്കുളം എവിടാന്ന് നോക്കാം. ആ ബൈക്കിൽ പോകുന്നവരും ഒരിക്കലും ഉറവ പറ്റാത്ത തീർത്ഥക്കുളം തേടി വന്നവരാണ്. ഇവിടെ തൊട്ട് താഴെയാണ് തീർത്ഥക്കുളം. അപ്പോൾ ആ കാഴ്ച ആദ്യം കാണുവാൻ വേണ്ടി പോകാം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ തീർത്ഥക്കുളത്തിൻ്റെ സമീപം എത്തി. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അപ്പുറത്ത് കാണുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ സൈഡിലാണ് ഈ ഉറവ ഒഴുകി വരുന്നത്. അവിടെ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ ഈ കാണുന്ന കുളത്തിലേക്ക് വന്ന് നിറയുന്നത്. ആ ഒഴുകി വരുന്നത് കാണണമെങ്കിൽ നമ്മൾ അപ്പുറേ കാണുന്ന ആ കെട്ടിടത്തിൻ്റെ പുറകുവശം ചെന്നേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ നിന്നും അപ്പുറത്തേക്ക് പോകുവാനുള്ള ഒരു വഴി, ഒരു ചെറിയ ഗേറ്റ്, അത് ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും കറങ്ങി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് നമ്മൾക്ക് വരുവാനേ സാധിക്കത്തുള്ളൂ. നടന്നു വേണമെങ്കിൽ ഈ സൈഡ് വഴിയൊക്കെ കയറിപ്പോകാം. ഞാൻ ബൈക്കിലാണല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കപില മഹർഷി തപസ് ചെയ്ത ഗുഹ. എങ്കിൽ പിന്നെ ആദ്യം കപില മഹർഷി തപസ് ചെയ്ത ഗുഹ കണ്ട ശേഷം ഈ തീർത്ഥക്കുളത്തിൻ്റെ പുറകിലേക്ക് വരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ബോർഡുണ്ട്, കപില ഗുഹ. ഇവിടെ നിന്നും താഴേക്ക് ഒരു ചെറിയ വഴിയുണ്ട്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന വീതിയിലുള്ള ഒരു ചെറിയ വഴി. അതുവഴി വേണം നമ്മൾ ഈ കപില ഗുഹ കാണുവാൻ വേണ്ടി താഴേക്ക് പോകുവാൻ. ഈ കിടക്കുന്ന ചെറിയ വഴി കണ്ടോ, അതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം. താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഭാഗം മുഴുവനും കല്ലുകളും കുഴികളും ഒക്കെയാണ്. ഏതാണ്ട് കാട് പിടിച്ച് വിജനമായി കിടക്കുന്ന ഒരു സ്ഥലം. ഇവിടെയൊക്കെ മുള്ളൻ പന്നിയുടെ മുള്ളുകൾ കാണാറുണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത്. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ആദ്യമേ ഇങ്ങോട്ട് പോകുന്നത്. ഏകദേശം ആ ബോർഡ് ഇരുന്ന റോഡിൽ നിന്നും ഒരു 100 മീറ്റർ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതിയാകും.
ഇവിടം വളരെ വിജനമായി കിടക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഗുഹയുടെ മുന്നിലായി ഒരു ബോർഡുണ്ട്. കപില ഗുഹ, വെന്നിമല ദേവസ്വം. ഇതിൻ്റെ ഐതിഹ്യവും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കപില മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹ. തെക്കുംകൂർ രാജവംശം വെന്നിമല മണികണ്ഠപുരം ഭൗമാന്തര പാതയായി ഉപയോഗിച്ചിരുന്നു. ഇത്രയാണ് ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. പണ്ട് തെക്കുംകൂർ രാജവംശം ഈ ഭൗമാന്തര പാതയിൽ കൂടിയാണ് വാകത്താനത്തുള്ള കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നു. ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് വാകത്താനത്ത് റോഡ് പണിക്കായി സ്ഥലം കുഴിക്കുന്ന സമയത്ത് ഒരു ഭൗമാന്തര പാത അവിടെയും കാണുകയുണ്ടായി. അത് ഇതിൻ്റെ തുടർച്ചയായ പാതയാണെന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് കപില ഗുഹയിലേക്ക് കയറുന്ന പടവുകൾ. ഇവിടെ ഈ ഗുഹയിലാണ് കപില മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഗുഹയുടെ മുൻവശത്ത് കപില മഹർഷിയുടെ ഒരു ചെറിയ പ്രതിമയും ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ ഗുഹയുടെ മുൻഭാഗത്ത് കല്ലുകളൊക്കെ ഏതാണ്ട് അടർന്ന് വീണ രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്, ഒരു അപകടം ഉള്ള രീതിയിൽ. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ്. കണ്ടോ, ഉള്ളിലേക്ക് നോക്കുമ്പം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ പ്രകാശത്തിലാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നത് അത്ര സേഫ് അല്ല. ഒന്നാമത് ഈ ഭാഗത്തെങ്ങും ആരും തന്നെ ഇല്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ കയറിയിരിപ്പുണ്ടെങ്കിലും നമുക്ക് ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഇവിടെ എന്തൊക്കെയോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്ന പോലെ നമ്മൾക്ക് തോന്നും. ഒരിക്കൽ നിങ്ങൾ കോട്ടയം ജില്ലയിലുള്ള ഇവിടം ഒന്ന് സന്ദർശിച്ച് നോക്കണം. ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. കോട്ടയത്ത് നിന്നും ഏകദേശം 16 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരുവാൻ ഉള്ള ദൂരം. കുമളി ഭാഗത്തു നിന്നും വരുന്നവർക്ക് മണർകാട് ജംഗ്ഷനിൽ നിന്നും കുറച്ച് ദൂരമേ ഇങ്ങോട്ടുള്ളൂ. ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ കാഴ്ചകളെല്ലാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നും തീർത്ഥക്കുളത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം കണ്ട ആ കെട്ടിടത്തിൻ്റെ പിൻഭാഗത്ത് ചെല്ലണമെങ്കിൽ ഈ പടവുകളിൽ കൂടി ഇറങ്ങി വേണം ചെല്ലുവാൻ. നമ്മൾ ആദ്യം കണ്ട ആ കെട്ടിടത്തിൻ്റെ പുറകുവശമാണ് ഇവിടം. ഇവിടെയാണ് ഒരിക്കലും വറ്റാത്ത ഉറവ ഉള്ളത്. ഇറങ്ങി നമ്മൾക്ക് നോക്കാം. ആ താഴെയാണ് ഉറവ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇല ഇരിക്കുന്നത് കണ്ടോ? ആ ഇലയിൽ കൂടി കണ്ടോ വെള്ളം ഒഴുകി വരുന്നത്? ഒരു പഴയ കരിങ്കൽപ്പാത്തിയിൽ കൂടിയാണ് ഈ ഉറവ ഒഴുകി വരുന്നത്. ആ കരിങ്കൽപ്പാത്തിയിൽ ഞങ്ങൾക്ക് മുമ്പ് വന്ന് ആരോ ഒരു ഇല പറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഇലയിൽ കൂടിയാണ് ഇപ്പോൾ ആ ജലം ഒഴുകി ഇങ്ങനെ വരുന്നത്. ഇവിടെ നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന രുചിയല്ല ഈ വെള്ളത്തിന്. ഇതിനൊരു പ്രത്യേക രുചിയാണെന്ന് ഈ പരിസരവാസികൾ പറഞ്ഞിരുന്നു. ശരിയാണ്, ഞാനും കുടിച്ചു നോക്കി. എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക രുചി തന്നെ. ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർ കുപ്പികളിൽ ഈ വെള്ളം കൊണ്ടുപോകാറുണ്ട്. ഇവിടെ നിന്നും ഒഴുകിയാണ് തൊട്ട് ഇങ്ങപ്പുറത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ചെറിയ കുളം. ആ കുളം പോലെ അതിലേക്കാണ് വെള്ളം വന്ന് വീഴുന്നത്. ആ കുളത്തിൽ നിന്നുമാണ് നമ്മൾ ആദ്യമേ കണ്ട ഒരു വലിയ കുളം ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, അതിലേക്ക് വന്ന് വീഴുന്നത്. ഇത് കണ്ടോ, താഴെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഈ ചെറിയ ആദ്യത്തെ കുളത്തിലേക്കാണ് വന്ന് വീഴുന്നത്. ഇവിടെ ഈ മലയുടെ മുകളിൽ ഈ ഉറവ ഒരു വേനൽക്കാലത്ത് പോലും പറ്റില്ല എന്നതാണ് അതിശയം. ഇതിനോട് ചേർന്ന് തന്നെയാണ് ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം. അതിൻ്റെ കവാടമാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത്. ഇതാ ഇവിടെയാണ് ക്ഷേത്രം. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതാണ് അതിപുരാതനമായ ആ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെയൊക്കെ പുനരുദ്ധാരണമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ കൂത്തമ്പലം വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം.
ഈ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതനമായ ക്ഷേത്രവും ഈ തീർത്ഥക്കുളവും ഈ കപില ഗുഹയും ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്.